എല്ലാവർക്കും നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ SCERT 8ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളാണ് നോക്കുന്നത്. പരമാവധി എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഒറ്റ ക്ലാസ് ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ പറയാറുള്ളത് പോലെ നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോ ഇതില് 2 ടെക്സ്റ്റുകളാണുള്ളത്. അതിൽ മൊത്തം 7 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരോ പാഠഭാഗങ്ങൾ പഠിച്ചു പഠിച്ചു പോകാം. ഏറ്റവും ആദ്യത്തേത് സാന്ദ്ര സൗഹൃദം എന്ന കൃതിയാണ്. സാന്ദ്ര സൗഹൃദം അത് കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ പറയുന്നതാണ് സാന്ദ്ര സൗഹൃദം എന്ന പാഠഭാഗം. അത് രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കണം, രാമപുരത്തു വാര്യരാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്നത്. അതിൽ നിന്നുള്ള പാഠഭാഗമാണ് സാന്ദ്ര സൗഹൃദം. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയാണ് ഇതിൽ പരാമർശിക്കുന്നത്. രണ്ടാമത്തേത് അമ്മമ്മ എന്ന കൃതിയാണ്. ഒരു അമ്മമ്മ തന്റെ പേരക്കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. അമ്മുമ്മ ഉപരിപഠനത്തിനായിട്ട് കുട്ടികളെ കുറച്ച് അകലെയുള്ള സ്കൂളിലേക്ക് കൊണ്ടുചെന്നാക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ ഓർത്തിരിക്കണം. പി സുരേന്ദ്രന്റെ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള അമ്മമ്മ എന്ന പാഠഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓർത്തു വെക്കണേ. അതിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ചേർത്തെഴുത്ത്. ഇത് മൂന്നും നമുക്ക് നോക്കി പോണം. PSC ഇടയ്ക്കിടെ ചോദിക്കാറുള്ളതാണ് ഇതിൽ നിന്ന്. വന്നു അധികം ഇല്ല കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പദം വന്നില്ല എന്നാണ് അല്ലെ. വന്നു അധികം ഇല്ല എന്നത് കൂട്ടിച്ചേർക്കുമ്പോ വന്നില്ല എന്നാണ് വരുന്നത്. വന്നില്ല. ഇപ്പോ ഇവിടെ ഏത് സന്ധിയാണ് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ വന്നു എന്ന് പറയുന്നിടത്ത് ഒരു ഉകാരമുണ്ട്. കൂട്ടിച്ചേർക്കുമ്പോൾ ആ ഉകാരം നമുക്ക് കാണുന്നില്ല അല്ലെ. ഈ ഇല്ല എന്നുള്ളതിന്റെ വള്ളിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും ഓർക്കണം. അപ്പൊ ഇവിടെ എന്ത് മാറ്റമാണ് വന്നത്? ഉകാരം ലോപിച്ചു പോവാണ് അല്ലെ. ഉകാരം ലോപിച്ചു പോയത് കൊണ്ട് ഇത് ലോപസന്ധിയാണ് എന്നോർക്കണം. രണ്ടാമത്തേത് തേവി അധികം തേവി കൂട്ടിച്ചേർത്തപ്പോ തേവി തേവിയായി. എന്ത് മാറ്റാണ് വന്നത്? പ്ലസിന് ശേഷം ഒരു തായാണ്, ഇവിടെ അത് 2 തായായിട്ട് മാറി. ഇരട്ടിപ്പ് സംഭവിച്ചത് കൊണ്ട് നമുക്കറിയാം അത് ദ്വിത്വസന്ധിയാണ് അല്ലെ. ഇരട്ടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ദ്വിത്വസന്ധിയാണ്. മഴ അധികം ഇല്ല കൂട്ടിച്ചേർത്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? മഴ അധികം ഇല്ല എന്നുള്ളത് കൂട്ടിച്ചേർത്തപ്പോ നമുക്ക് കിട്ടി മഴയില്ല എന്നത്. പ്ലസിന് ശേഷം ഈ ആയിരുന്നു. ഇവിടെ യ് എന്ന പുതിയൊരു വർണ്ണം വന്നു ചേർന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇത് ആഗമ സന്ധിക്ക് ഉദാഹരണമാണ് എന്നോർക്കണം. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. വിൺ അധികം തലം കൂടിച്ചേർന്നപ്പോൾ നമുക്ക് വിണ്ടലമായി മാറി. ശ്രദ്ധിക്കണം, വിൺതലം എന്നായിരുന്നു. അത് കൂടിച്ചേർന്ന് വിണ്ടലം ആയി. ഇതാണ് എന്തായത്? വിണ്ടലം എന്നായി മാറിയത്. എന്ത് മാറ്റം വന്നു? ത എന്നുള്ള അക്ഷരം മാറിയിട്ട് ഡ എന്നുള്ള അക്ഷരം വന്നു അല്ലെ. ഒന്ന് പോയി ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ആദേശസന്ധിയാണ്. 4 സന്ധികളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇത് 4ഉം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം PSC വിണ്ടലം തണ്ടാറൊക്കെ എപ്പോഴും ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അടുത്തത് വഴിയാത്ര എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് കേട്ടോ. പണ്ടത്തെ യാത്രകളെ കുറിച്ചിട്ടൊക്കെ വിവരിക്കുന്ന ഒരു കൃതിയാണ് വഴിയാത്ര എന്നത്. അത് EV കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്നതിൽ നിന്ന് എടുത്തതാണ്. ഒന്ന് ഓർത്തു വെക്കണേ. നമ്മൾ യാത്ര പോകുമ്പോഴാണല്ലോ ഒരുപാട് ചിരിക്കുകയും അതുപോലെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ചിരിയും ചിന്തയും എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വഴിയാത്ര എന്ന പാഠഭാഗം. ഇവിടെ ഈ തട്ടുന്നത് എന്ന വാക്ക്, തട്ടുക എന്ന വാക്ക് പല പല രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 12 ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത്. ഇവിടെ തട്ടുന്നത് എന്ന് വെച്ചാല് കഴിക്കുന്നത്, തിന്നുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ തട്ടൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നെ ഇങ്ങനെ തട്ടിക്കളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉപദ്രവിക്കരുത് എന്നുള്ള പോലെയാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കരുത്, ഉപദ്രവിക്കരുത് എന്നതാണ്. തട്ടിക്കളയും നിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ മീനിങ്? ഈ തട്ടലിന്റെ മീനിങ് എന്താണ്?
കൊല്ലുമെന്നാണ് അല്ലെ. അപ്പൊ ഒരേ വാക്കിന് പല പല അർത്ഥങ്ങൾ വന്നിരിക്കുന്നതാണ്. അതിന് നമ്മൾ പറയുന്ന പേര് നാനാർത്ഥം എന്നാണ് അല്ലെ. ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്നത് നാനാർത്ഥം എന്നാണ്. അടുത്തത് ഈ 3 പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പദങ്ങൾ കുറച്ച് കൊടുത്തിരിക്കുന്നതാണ്. നമുക്കൊന്ന് നോക്കാം. അരുണൻ ആരുടെ പര്യായമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരുണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂര്യനാണ്, നമുക്കറിയാം. അസഹനീയം എന്ന് പറഞ്ഞാൽ സഹിക്കാനാവാത്തതാണ്. അസ്മാകം ഇമ്പോർട്ടന്റ് ആയ വാക്കാണ്. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നാണ് ട്ടോ. അസ്മാകം ഓർത്തിരിക്കണം. ഇനി എല്ലാ വാക്കും ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രം പറയാം. പക്ഷെ നിങ്ങൾ ഇത് എല്ലാം ഒരു വട്ടം വായിക്കണം. അറിയാത്തത് മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടാ മതി. ഇനി എല്ലാറ്റിനെയും സ്വന്തമായി കാണുന്നത് എന്ന് ചിലപ്പോ ഒറ്റപ്പദം ചോദിച്ചേക്കാം. ആത്മവൽ സർവഭൂതാനിയാണ്. ഒന്നുകൂടെ പറഞ്ഞേ. ആത്മവൽ സർവഭൂതാനി എന്നാൽ എല്ലാറ്റിനെയും സ്വന്തമായി കാണുന്നത് എന്നാണ് അർത്ഥം. ഇന്ധനം വിറകാണ്, നമുക്കറിയാം. ഉദ്ദിഷ്ടം ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഇന്ന വഴിപാട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണില്ലേ. അല്ലെങ്കിൽ ആ ഏലസ് വാങ്ങി ധരിക്കുക. ഇപ്പൊ ടിവിയിൽ കാണുന്നുണ്ടല്ലോ, എന്തോ വാച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സമയം ശരിയാവും. അപ്പൊ സമയം ശരിയാവുമ്പോ നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കുന്നൊക്കെ പറയില്ല. അതായത് ഉദ്ദിഷ്ട കാര്യ സിദ്ധിയാണ് അല്ലെ. ഉദ്ദിഷ്ടം എന്ന് പറഞ്ഞാല് നിശ്ചയിക്കപ്പെട്ടതാണ്. കഥാചന ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. നമ്മൾ എങ്ങനെയാ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക? ഒരിക്കൽ ഒരിടത്തെ ഒരമ്മൂമ്മ ഉണ്ടായിരുന്നു, അങ്ങനെയല്ലേ നമ്മൾ കഥ പറയാ. അപ്പൊ കഥാചന ഒരിക്കൽ എന്നാണെന്ന് ഓർത്തിരിക്കണം. ഇനി ഈ 3 ഇപ്പൊ നമ്മള് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികളുടെ കാര്യം പറഞ്ഞു, ചിരിയും ചിന്തയും എന്ന കാര്യം പറഞ്ഞു. ഈ 3 മൊഡ്യൂളുകളിൽ നിന്നാണ് ഓരോരോ പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാൻ വന്നിരിക്കണേന്ന് പറഞ്ഞു. ഇപ്പോ ഈ കവികളൊക്കെ എന്താ SCERT എന്നാണ് ചോദിക്കുക. അതുകൊണ്ട് ഇവരെല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ഇവരിൽ ഓരോരുത്തരുടെയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കൃതികൾ ഞാൻ അണ്ടർലൈൻ ചെയ്തുതരാം. ഒന്ന് നോക്കണേ. രാമപുരത്ത് വാര്യർ നമുക്കറിയാം, കോട്ടയം ജില്ലയിലാണ് ജനിച്ചിരിക്കുന്നത്. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് രാമപുരത്ത് വാര്യർ എന്ന് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ഓർത്തു വെക്കണം. ഭാഷാഷ്ടപതി, കുചേലവൃത്തം വഞ്ചിപ്പാട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൂടാതെ ഭാഷാഷ്ടപതി, നൈഷധം, തിരുവാതിരപ്പാട്ട്, ഇതിൽ ഭാഷാഷ്ടപതി നന്നായിട്ട് ഓർത്തു വെക്കണം. അതുപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടും രാമപുരത്ത് വാര്യരുടേതാണെന്ന് ഓർക്കണം. അടുത്തത് പി സുരേന്ദ്രന്റെ കഥയാണ് നമ്മൾ പറഞ്ഞത്. അമ്മമ്മ എന്ന കൃതി രചിച്ചത് അല്ലെ. അമ്മമ്മ ഏതിൽ നിന്നെടുത്തു എന്നാണ് നമ്മൾ പറഞ്ഞത്? ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ. നിങ്ങൾക്ക് ശ്വസിച്ചിട്ടുണ്ടോ ഇലഞ്ഞിപ്പൂവിന്റെ മണം? നല്ല അടിപൊളിയാണ്. ഞങ്ങളുടെ വീടിന്റെ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പൊ ഇലഞ്ഞി പൂക്കുമ്പോ ഒരു ഇടവഴിയുടെ അറ്റത്തായിട്ടാണ്. ചിലപ്പോ എനിക്ക് അങ്ങടേക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയാവുമ്പോ അച്ഛനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവിടെ പോയിട്ട് അതിന്റെ മണം ഇങ്ങനെ വലിച്ചിങ്ങനെ ആസ്വദിച്ചിട്ട് തിരിച്ചു വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇലഞ്ഞിപ്പൂ മണക്കാത്തവര് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആസ്വദിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ എന്നത് പി സുരേന്ദ്രന്റേതാണെന്ന് ആലോചിക്കണം. അത് കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ പേര് നോക്കിയ ബർമൂഡ, ഓർത്തിരിക്കണം. പി സുരേന്ദ്രൻ ബർമൂഡയാണ് ഇടാർന്ന് ചിന്തിച്ചാൽ മതി. ബർമൂഡ. അതേപോലെ ഗൗതമ വിഷാദയോഗം, ജലസന്ധി, ഇത് 3 ഓർത്തിരിക്കണേ. അമ്മമ്മയും ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികളും നമുക്ക് ഓൾറെഡി അറിയാം. അത് കൂടാതെ ബർമുഡ, ഗൗതമ വിഷാദയോഗം, ജലസന്ധി, ഇവയെല്ലാം പി സുരേന്ദ്രന്റേതാണ് എന്നോർക്കണം. ഇനി EV കൃഷ്ണപിള്ളയാണ്. നമ്മൾ പറഞ്ഞു വഴിയാത്രയെ കുറിച്ചിട്ട് ചിരിയും ചിന്തയും എന്നതിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞു. അതിൽ ഓർത്തിരിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് നോക്കിയേ. സീതാലക്ഷ്മി, പെണ്ണരശുനാട്, രാജ കേശവദാസൻ തുടങ്ങിയ അതൊക്കെ അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ്. ഇനി സമാഹാരങ്ങൾ നമുക്ക് നോക്കാം. ബാഷ്പവർഷം എന്ന നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ബാഷ്പവർഷം എന്ന നോവൽ ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് EV കൃഷ്ണപിള്ളയുടേതാണ് എന്നോർത്താൽ മതി. ഇനി കുറച്ച് പദങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. കടാക്ഷം എന്നൊക്കെ പറയാൻ അറിയാലോ. ഗുരു കടാക്ഷം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ അല്ലെ, ഗുരുവിന്റെ അനുഗ്രഹം എന്നുള്ള രീതിയിലാണ് ആ കടാക്ഷം. ഇത് കടാക്ഷം എന്നാൽ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം എന്ന അർത്ഥത്തിലാണ് കടാക്ഷം എന്ന പദം. താപം സങ്കടം അല്ലെങ്കിൽ ചൂടാണ്, ഓർത്തിരിക്കണം. താപം എന്ന് പറഞ്ഞാൽ സങ്കടം അല്ലെങ്കിൽ ചൂടാണ്. തുരപ്പ് ഓർക്കണം, തുരങ്കമാണ്. എലിയൊക്കെ ഇങ്ങനെ
തുരന്നിട്ടല്ലേ തുരങ്കം ഉണ്ടാക്കുക. അപ്പൊ തുരപ്പ് എന്ന വാക്കിനർത്ഥം തുരങ്കമാണ് എന്നോർക്കണം. നിയോഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ആജ്ഞയോ കൽപ്പനയോ എന്തെങ്കിലും ഒക്കെ ആകാം നിയോഗം എന്ന വാക്കിന് അർത്ഥമായിട്ട് വരുന്നത്. പുകുക എന്ന് കേട്ടിട്ടുണ്ട് നമ്മള്. പൂകുക എന്നാൽ പ്രവേശിക്കുക എന്നാണ്. പുക്ക് എന്നാൽ പ്രവേശിച്ച് എന്ന്. പുക്ക് പ്രവേശിച്ച്. പിന്നെ ഇവിടെ ഓർക്കേണ്ടത് മാർത്താണ്ഡൻ, സൂര്യന്റെ പര്യായമാണ് മാർത്താണ്ഡൻ എന്ന് ഓർക്കണം. നേരത്തെ നമ്മൾ അരുണൻ എന്ന വാക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ടത് സാന്ദ്ര സൗഹൃദം എന്ന് നമ്മൾ പഠിച്ചില്ലേ. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദം വെറും സൗഹൃദമല്ല, അതൊരു സാന്ദ്ര സൗഹൃദമായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ ദൃഢമായ ബന്ധമായിരുന്നു. ദൃഢമായത് എന്നാണ് അർത്ഥം. ദൃഢം എന്ന വാക്കിന് കെട്ടുണ്ട്. ഇപ്പൊ അടുത്ത് PSC ചോദിച്ചൊരു ചോദ്യമാണ്. ടൈപ്പിസ്റ്റിന്റെ എക്സാമിനാണെന്ന് തോന്നുന്നു. അവർ ഉത്തരം മാറ്റിയായിരുന്നു കൊടുത്തിരുന്നേ. എന്നിട്ട് ഫൈനൽ ആൻസർ കീ വന്നപ്പോ കറക്റ്റ് ആൻസർ തന്നു. ദൃഢത്തിന് കെട്ടുണ്ട്. കെട്ടുള്ളത് കൊണ്ടാണ് ദൃഢം ഇത്ര മുറുകിയിരിക്കുന്നത് എന്നും കൂടെ ആലോചിച്ചാൽ മതി കേട്ടോ. സാഹസം നമുക്കറിയാം കഴിവിനപ്പുറമുള്ള പ്രവൃത്തിയാണ്. അതുപോലെ സൗഹൃദം എന്ന വാക്കിനർത്ഥം സ്നേഹം എന്നാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ മൊഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. വിഷുത്തലേന്ന് എന്ന കൃതി ആരുടേതാണ്? ഇന്ന് ശരിക്കും ഓണത്തിന്റെ തലേന്നാണ്, ഉത്രാടത്തിന്റെ അന്നാണ് ഞാൻ ഇന്നിപ്പോ ഈ ക്ലാസ് നിങ്ങൾക്കായിട്ട് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഇത്ര സമയം വരെ നല്ല ഉത്രാടപ്പാച്ചിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓണമല്ലേ, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ആ തിരക്കിന്റെ ഇടയിൽ നിന്ന് വന്നിട്ട് SCRT ഒന്നിച്ചൊരു ക്ലാസ് ആക്കിയിട്ട് ചെയ്തിടാന്ന് വിചാരിച്ചത് കേട്ടോ. ശരി. അപ്പോ വിഷുത്തലേന്ന് എന്നത് അക്കിത്തത്തിന്റെ കൃതിയാണ് എന്നാലോചിക്കണം. ഇനി നമുക്കുള്ളത് പൂക്കളും ആണ്ടറുതികളും എന്ന കൃതിയാണ്. വിഷുത്തലേന്ന് അക്കിത്തത്തിൻ്റെതാണെന്ന് പഠിച്ചു. ഇത് പൂക്കളും ആണ്ടറുതികളും എന്ന കൃതിയാണ്. അത് ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. കണ്ണീരും കിനാവൊക്കെ എഴുതിയ മാന്മാർക്ക് കൂടാന്ന് ആദ്യമായി ചേർത്ത് വായിച്ച നമ്മുടെ VT ഭട്ടതിരിപ്പാടിന്റെ വെടിവെട്ടം എന്നതിൽ നിന്നെടുത്തതാണ് പൂക്കളും ആണ്ടറുതികളും എന്നത് ഓർക്കണം. ഇനി ഇത് ഒന്ന് ഘടകപദമായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഘടകപദം മിക്ക കുട്ടികൾക്കും ഘടകപദത്തിന് കൺഫ്യൂഷൻ വരുന്നെന്നാണ് അവർ പറഞ്ഞു കേൾക്കാറുള്ളത്. ആദ്യം പറയുന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് പിരിക്കുക കേട്ടോ. കരാരവിന്ദം എന്നാ പറയുന്നത്. കരം കൈയാണ്, അരവിന്ദം താമരയാണ്. കരാരവിന്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ കൈയിന് എന്തുപോലെ എന്നാ പറയുന്നത്? താമര പോലെയുള്ള കൈ എന്നാണ്. അപ്പൊ അരവിന്ദം പോലുള്ള കരം എന്നാണ് പറയാ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കരാരവിന്ദം എന്നാണ് പറയുന്നത്. അതായത് അരവിന്ദം പോലുള്ള കരം. ശ്രദ്ധിക്കണം. ഇനി പൊന്നാണയം. പൊന്നാണയം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊന്നുകൊണ്ടുള്ള നാണയമാണ്. പൊന്നുകൊണ്ടുള്ള നാണയത്തിനെയാണ് നമ്മൾ പൊന്നാണയം എന്ന് പറയാ. അരവിന്ദം പോലുള്ള കരത്തിനെയാണ് നമ്മൾ കരാരവിന്ദം എന്നും പറയാ. പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അത് ആരാണ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. KP അപ്പന്റെ പ്രകോപനങ്ങളുടെ പുസ്തകമാണ്. KP അപ്പന്റെ പ്രകോപനങ്ങളുടെ പുസ്തകം എന്നതിൽ നിന്നാണ് അത് എടുത്തിരിക്കണേന്ന് ആലോചിക്കണം കേട്ടോ. അടുത്തത് മുക്തകങ്ങളാണ്. മുക്തകങ്ങൾ. പാടത്തിൻ കര നീളെ നീല നിറമായി വേലിക്കൊരാഘോഷമായി ആടിത്തൂങ്ങിയലഞ്ഞുലഞ്ഞു സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധൗ വാടാതെ വരികന്റെ കയ്യിൽ അധുനാ പീയൂഷഡംബത്തെയും വേദിച്ചൻപൊടു കൈപ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ. കൈപ്പക്കയെ കുറിച്ചിട്ട് പറയുന്നതാണ്. അത് ചേലപ്പറമ്പ് നമ്പൂതിരി. പറമ്പിലല്ലേ നമ്മൾ കൈപ്പക്ക കൃഷിയൊക്കെ ചെയ്യുക. അപ്പൊ ചേലപ്പറമ്പ് നമ്പൂതിരിയുടേതാണ് മുക്തകങ്ങൾ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഈ 3 കഥാകാരന്മാരെ കുറിച്ചിട്ടും നമുക്കൊന്ന് നോക്കണം. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചിട്ട് ആദ്യം നോക്കാം. VT ഭട്ടതിരിപ്പാടിന്റെ ഫുൾ ഫോം ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. വെള്ളിത്തിരുത്തി താഴത്താണ് കേട്ടോ. വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നതാണ് VT ഭട്ടതിരിപ്പാടിന്റെ മുഴുവൻ പേര് എന്നാലോചിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് നാടകമാണെന്ന് നമുക്കറിയാം. ഇനി കണ്ണീരും കിനാവും, കർമ്മവിഭാഗം ഇമ്പോർട്ടന്റ് ആണ്. വെടിവെട്ടം ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. രജനീരംഗം സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ് എന്നാലോചിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണീരും കിനാവും കർമ്മവിഭാഗം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കർമ്മവിഭാഗം എന്നതും VTയുടേതാണ് എന്നാലോചിക്കണം. അടുത്തത് KP അപ്പനാണ്. KP അപ്പന്റെ
കൃതികളില് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയ അങ്ങനെ ചോദിക്കാറില്ല എങ്കിലും ഓർത്തു വെച്ചോളൂ. തിരസ്കാരം, വരകളും വർണ്ണങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണെന്ന് ആലോചിക്കണം. അടുത്തത് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ മുക്തകങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് അത്ര കാര്യാക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇനി നാലപ്പാട്ട് നാരായണ മേനോനാണ്. നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർത്തുള്ളി വിലാപകാവ്യമല്ലേ, വിലപിക്കുമ്പോഴല്ലേ നമുക്ക് കണ്ണുനീര് വരിക. അപ്പൊ കണ്ണുനീർ തുള്ളി എന്നുള്ളത് നാലപ്പാട്ട് നാരായണ മേനോന്റെ വിലാപകാവ്യമാണെന്ന് ആലോചിക്കണം. അതുകൂടാതെ വിക്ടർ ഹ്യൂഗോയുടെ ലാമിറാബലെ വിവർത്തനം ചെയ്തിട്ട് പാവങ്ങൾ എന്ന പേരിലാക്കിയത് ആരാന്ന് ചോദിച്ചാല് നാലപ്പാട്ട് നാരായണ മേനോനാണ്. അത് നമ്മൾ SCERT 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുമാണ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ പദകോശമാണ്, ഒന്ന് നോക്കണം. അധുന ഇമ്പോർട്ടന്റ് ആണ്. അധുന എന്ന് പറഞ്ഞാല് ഇപ്പോൾ എന്നുള്ളതാണ് കേട്ടോ. അധുന, അധുനാതനം, ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അധുന ഇപ്പോളാണ്. അനർഘം, ഇത് പദശുദ്ധിയിൽ ചോദിക്കാറുണ്ട്. അനർഘത്തിന്റെ ഘ ഏതാണ്? അത് ഘടികാരത്തിന്റെ ഘായാണെന്ന് ആലോചിക്കണം കേട്ടോ. അനർഘം ഘടികാരം. വിലമതിക്കാനാവാത്തതാണ്, അതായത് സമയം നമുക്ക് വിലമതിക്കാനാവാത്തതാണ് അല്ലെ. നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അനർഘം ഘടികാരത്തിന്റെ ഘായാണെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. വിലമതിക്കാനാവാത്തത് എന്ന രീതിയിലാണ് അനർഘം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിന് ഘടികാരത്തിന്റെ ഘായാണെന്നും ഓർത്തു വെക്കണം. ഇനി അനിർവചനീയം ഒക്കെ നമുക്കറിയാം, അത് ചിലപ്പോൾ ഒറ്റപ്പദമായി ചോദിച്ചേക്കാം. നിർവചിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപ്പദം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അനിർവചനീയമാണ് എന്ന് പറയാം. അരജൻ എന്ന വാക്ക് രാജാവാണ്. അരവിന്ദം താമരയാണ്. ആരാമം ഉദ്യാനം, വിടബി അല്ല അത് മരാണ്. ആരാമം പൂന്തോട്ടമാണെന്ന് നമുക്കറിയാം. ഇനൻ, വീണ്ടും സൂര്യൻ വന്നിട്ടുണ്ട്. ഇനൻ എന്ന വാക്ക് സൂര്യനാണ്. ഉത്കർഷം ഉയർച്ചയാണ്. ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ആരാണപ്പോ? ഉയർച്ച ആഗ്രഹിക്കുന്നവൻ എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതെന്ന് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് ഉത്കർഷേച്ചു ആണ്, ഓർത്തിരിക്കണം. ഉത്കർഷേച്ചു. ഉത്കർഷ എന്ന് പറഞ്ഞാൽ ഉയർച്ചയാണ്. ഉത്കർഷേച്ചു എന്ന് പറഞ്ഞാൽ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ്. ഇനി കലവി എന്ന് പറഞ്ഞാൽ കളിയോ എന്തെങ്കിലും ആഘോഷമോ ഒക്കെയാണ് കലവി എന്ന് നമ്മൾ പറയുക. ഡംബം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ഡംബം എന്ന വാക്കിന് അഹങ്കാരം എന്നാണ് അർത്ഥം. അവൾക്ക് ഭയങ്കര ഡിംബാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓ എന്തൊരു ജാടയാ, എന്തൊരു ഡിംബ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ ഡംബം എന്ന വാക്കിന്റെ അർത്ഥം അഹങ്കാരം എന്നാണ്. തരസ എന്ന് ചോദിച്ചാൽ വേഗത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എന്നാണ്. താതാത്മ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഐക്യമാണ് അല്ലെ. ഒന്നുപോലെ ഇപ്പൊ രണ്ടുപേര് താതാത്മ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവര് ഒന്നായി തീർന്നു എന്നാണ്. അവർ തമ്മിലുള്ള ഐക്യത്തിനെയാണ് താതാത്മ്യം എന്ന് പറയാ. അടുത്തത് തിരോഭവിക്കുക എന്നൊരു വാക്കാണ്. അത് മറയുക എന്നാണ്. തിരോഭവിക്കുക എന്നാൽ മറയുക എന്നതാണ്. നവോത്ഥാനം എന്ന വാക്ക് ഒരുപാട് തവണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുത്തൻ ഉണർവ് എന്നാണ് അർത്ഥം. നവോത്ഥാനം എന്ന വാക്കിന്റെ അർത്ഥം പുത്തൻ ഉണർവ് എന്നതാണ്. ഇത് ഒറ്റപ്പദമായി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന ഒറ്റപ്പദമാണ് നൈതിക ധർമ്മം. നീതിപൂർവം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഒറ്റപ്പദമാണ് നൈതിക ധർമ്മം. നൈതിക ധർമ്മം. അടുത്തത് പത്മാസനമാണ്. അത് യോഗയിലുള്ളതാണ് അല്ലെ. യോഗ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും പത്മാസനം എന്താണെന്ന്. പീയൂഷം, അമൃത്, തേൻ, സുധ, കീലാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതെല്ലാം അമൃതിന്റെ പര്യായങ്ങളാണ് എന്നോർക്കണം. കുഴൽ PSC ചോദിച്ചിട്ടുണ്ട്. കുഴൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടി എന്നാണ് അർത്ഥം. അപ്പൊ പുരി കുഴൽ എന്ന് പറഞ്ഞാല് അറ്റം ചുരുണ്ട തലമുടിയാണ് എന്നോർക്കണം. അടുത്തത് പ്രചോദനയാണ്. പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നതാണ്. കറക്റ്റ് ആണ്. പ്രതീകമാണെങ്കിലോ പ്രതീകം, അടയാളം അല്ലെങ്കിൽ പ്രതിബിംബമാണ്. ഇനി ലൗകികം, ലോകത്തെ സംബന്ധിച്ചത് ലൗകികം നമുക്കറിയാം. വട്ടൻ എന്ന വാക്ക് നാനാർത്ഥമായി ചിലപ്പോൾ ചോദിച്ചേക്കാം. വട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ഭ്രാന്തനെയാണ് അല്ലെ. ശരിയാണ്. അതുകൂടാതെ ഒരിനം നെല്ലും കൂടി ഉണ്ട് കേട്ടോ വട്ടൻ എന്ന് പറഞ്ഞിട്ട്, ഓർത്തിരിക്കണം. ഭ്രാന്തൻ എന്നും അർത്ഥമുണ്ട്, ഒരിനം നെല്ല് എന്നും അർത്ഥമുണ്ട്.
ഇനി ഇതില് വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ചോദിക്കാം. വൈദികം. വേദത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദമായി വരാവുന്നതാണ് വൈദികം. സുകൃതം എന്ന വാക്കിന് പുണ്യം എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയാം. ഇമ്പോർട്ടന്റ് എല്ലാ വാക്കുകളും നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. അടുത്തത് എന്റെ ഗുരുനാഥനാണ്. ഈ കൃതി, ഈ ഹെഡിങ് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാണ് എന്റെ ഗുരുനാഥൻ എന്നത്. എടുത്തിട്ടുള്ളത് സാഹിത്യമഞ്ജരി 4ാം ഭാഗത്തിൽ നിന്നാണ്. ഓർത്തു വെക്കണം. സാഹിത്യമഞ്ജരി 4ാം ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്റെ ഗുരുനാഥൻ എന്നത്. അത് നമ്മുടെ വള്ളത്തോളിന്റേതാണ് എന്നോർക്കണം. അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണെന്ന് നമുക്കറിയാം. അത് ആത്മോപദേശ ശതകമാണ് എന്നോർക്കണം. ആത്മോപദേശ ശതകമാണ്. ഒരു സെക്കൻഡ്. ആത്മോപദേശ ശതകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നോർക്കണം. ചിലപ്പോ ഈ വരികൾ തന്നിട്ട് ഗുരുവിന്റെ 4 കൃതികളുടെ പേര് തന്നേക്കാം. അതിൽ ഏതിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ അവർ ചോദിച്ചേക്കാം. അപ്പൊ ഇത് ഓർമ്മയുണ്ടാവണം. അടുത്തത് ഭൂമിയുടെ സ്വപ്നം എന്നൊരു കൃതിയാണ്. അത് എഴുതിയിരിക്കുന്നത് ജോർജ് ഓണക്കൂർ ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എഴുത്തുകാരനാണ് ജോർജ് ഓണക്കൂർ. അദ്ദേഹത്തിന്റെ ഈ കൃതി PSC ചോദിച്ചിട്ടുണ്ട്. പ്രണയ താഴ്വരയിലെ ദേവദാരു. അതിൽ നിന്നെടുത്തതാണ് എന്ത്? ഭൂമിയുടെ സ്വപ്നം എന്നത്. ഓർക്കണം കേട്ടോ. ഭൂമിയുടെ സ്വപ്നം എന്നത് ജോർജ് ഓണക്കൂറിന്റെ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്നതിൽ നിന്നെടുത്തതാണ്. അടുത്തത് വേദം എന്നൊരു കൃതിയാണ്. വേദം. ഉമ്മ വിളമ്പിയ ചോറിനു മുന്നിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? സാധാരണ ഉമ്മ തരുമ്പോ 2-3 കൂട്ടം കറികളും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാവും. ഇന്ന് ഉമ്മ വെറുതെ കുറച്ച് കഞ്ഞിയാണ് തന്നത്. അപ്പൊ അതിൽ ഉമ്മനോട് പരിഭവം കാട്ടിയിട്ട് വെറുതെ കഴിക്കാതിരുന്നു എന്നാ പറയണത്. പിന്നെ അപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് പട്ടിണി പാവങ്ങളായ ഒരുപാട് പേര് ഇങ്ങനെ വരി നിൽക്കാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മ തൽക്കാലം, ഉമ്മയ്ക്ക് അത്രേ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമല്ലോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഉമ്മ കഞ്ഞിയും ഒരു കറിയോ എന്തോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം കുട്ടിക്ക് പരിഭവം വരുമെങ്കിലും പിന്നീട് ഉമ്മ അത് കാണിച്ച് അവർക്കൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്ക് ആ കാര്യം മനസ്സിലായി എന്നുള്ളതാണ്. യൂസഫ് അലി കേച്ചേരിയുടേതാണ് കഥയെ പ്രേമിച്ച കവിത എന്നതാണ് കേട്ടോ. കഥയെ പ്രേമിച്ച കവിത എന്നതാണ്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കണം. നല്ലതായിരിക്കും കേട്ടോ. നല്ല രസമാണ്. സമയമുള്ളപ്പോ മതി, വായിച്ചു നോക്കിയാൽ മതി. മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നത് അക്കിത്തത്തിന്റെ വരികളാണ്. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്, ഓർത്തിരിക്കണം. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതിയത് നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് എന്നോർക്കണം. ഇനി ഈ 3 എഴുത്തുകാരെ കുറിച്ചും നമുക്കൊന്ന് നോക്കിപ്പോകേണ്ടതുണ്ട്. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് അറിയാം. സാഹിത്യമഞ്ജരി 4ാം ഭാഗത്തിൽ നിന്നാണ് എന്റെ ഗുരുനാഥൻ എടുത്തത് എന്ന് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് കൂടാതെ സാഹിത്യമഞ്ജരി മൊത്തം എത്ര ഭാഗമുണ്ട് എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം, അത് 11 ഭാഗമാണ്. സാഹിത്യമഞ്ജരി വള്ളത്തോളിന്റെ കൃതിയാണ്. 11 ഭാഗങ്ങളുണ്ട്. അതിലെ 4ാം ഭാഗത്തിൽ നിന്നാണ് എന്തെടുത്തത്? എന്റെ ഗുരുനാഥൻ എന്നതെടുത്തത്. ഓർക്കണം. അതുകൂടാതെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ഇദ്ദേഹത്തിന്റെ എല്ലാ കൃതിയും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിക്കണം. ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, കൊച്ചു സീത, ശിഷ്യനും മകനും, ചിത്രയോഗം, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇനി മഹാകാവ്യമേത്? വള്ളത്തോളിന്റെ മഹാകാവ്യമേത് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ചിത്രയോഗമാണ്. ഇങ്ങനെ ഓർത്തിരുന്നാ മതി. മഹാകാവ്യമല്ലേ, മഹാകാവ്യങ്ങൾ എഴുതുമ്പോ അതിന്റെ ഇടയിൽ ഓരോ ചിത്രം വരച്ചിട്ടിട്ടുണ്ടെങ്കിൽ വായിക്കുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ. അപ്പൊ ചിത്രയോഗം എന്നതാണ് വള്ളത്തോളിന്റെ മഹാകാവ്യം എന്നോർത്ത് വെക്കണം. ഓർമ്മ നിൽക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അടുത്തത് ജോർജ് ഓണക്കൂർ ആണ്. ജോർജ് ഓണക്കൂറിന്റെ നമ്മൾ പറഞ്ഞുല്ലോ, എന്തായിരുന്നു നമ്മൾ എന്താ പറഞ്ഞേ? പ്രണയ താഴ്വരയിലെ ദേവദാരു അല്ലെ. ജോർജ് ഓണക്കൂറിന്റെ കൃതിയാണെന്ന് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഏതൊക്കെ നോക്കണം എന്ന് പറഞ്ഞുതരാം. ഇല്ലം, നോക്കി മക്കളെ. ഇല്ലം, ഉൾക്കടൽ,
കൽത്താമര, ഹൃദയത്തിൽ ഒരു വാൾ, പർവ്വതങ്ങളിലെ കാറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പർവ്വതങ്ങളിലെ കാറ്റ്, അതുപോലെ പ്രണയ താഴ്വരയിലെ ദേവദാരു, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളാണ് എന്നാലോചിക്കണം. അടുത്തത് യൂസഫ് അലി കേച്ചേരിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്കൊന്ന് നോക്കാം. 1000 നാവുള്ള മൗനം, 5 കന്യകകൾ, പിന്നെ സിന്ദൂരച്ചെപ്പ്, അത് തിരക്കഥയാണ്, അത്ര ഇതില്ല. ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. 1000 നാവുള്ള മൗനം, 5 കന്യകകൾ ഒക്കെ യൂസഫ് അലി കേച്ചേരിയുടെ കൃതികളാണ് എന്നോർക്കണം. ഇനി ഇതിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കണം. അചലം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചലിക്കാത്തതാണ്, അനങ്ങാത്തതാണ്. അപ്പൊ അത് മലയുടെ പര്യായമാണ്. സോറി, ചലിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അചലം എന്ന് പറയാ. അചലം മലയുടെ പര്യായമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചലനമില്ലാത്തത്, മല എന്നൊക്കെ അർത്ഥത്തിലാണ് അചലം നമ്മൾ പറയുന്നത്. അഭ്യുന്നതി, അഭ്യുന്നതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർച്ചയാണ് അല്ലെ. അഭ്യുന്നതി എന്ന വാക്കിനർത്ഥം ഉയർച്ചയാണ്. ആകസ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? ആകസ്മികത പെട്ടെന്നുണ്ടാവുന്നതാണ് അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് സംഭവിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയാ? ആകസ്മികത എന്ന് പറയാ. ശരിയാണ്. ഇനി ആശുകം എന്ന വാക്കിന് 3 അർത്ഥങ്ങളുണ്ട്. നോക്കിയേ. അമ്പ്, വായു, പക്ഷി, ഇതെല്ലാം ആശുകം എന്നതിന്റെ പര്യായമാണ് ട്ടോ. ആശുകം, അമ്പ്, വായു, പക്ഷി, 3 എണ്ണവും പഠിച്ചിരിക്കണം. കാരണം PSC തൊട്ടു മുമ്പത്തെ LD ക്ലർക്ക് തൃശ്ശൂരിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കണം. പ്രമാദം എന്ന വാക്കിന് എല്ലാ അർത്ഥങ്ങളും നിരത്തി കൊടുത്തിരുന്നു. കൂട്ടത്തിൽ പെടാത്ത ഒരെണ്ണവും തന്നിരുന്നു. അന്ന് ഒരുപാട് കുട്ടികൾക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ആശുകം എന്ന വാക്കിന് അമ്പ്, വായു, പക്ഷി എന്നീ 3 അർത്ഥങ്ങളും ഉണ്ട്. ഇനി ഓജസ്, ഓജസ് എന്ന് പറയുമ്പോൾ ജീവചൈതന്യമാണ്. കജ്ജളം എന്ന വാക്ക് ഓർക്കണം, ചെളിയാണ് ട്ടോ. കജ്ജളം എന്ന് പറഞ്ഞാല് ചെളി എന്നുള്ള വാക്കാണ്. ചകോരം അറിയാലോ, ചെമ്പോത്താണ്. ചെമ്പോത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പൻ എന്നാണ് പറയാ ട്ടോ. അതിനെയാണ് നമ്മൾ ചകോരം എന്ന് പറയാ. ഇനി ധ്വജം ഓർക്കണം. ധ്വജം എന്ന വാക്കിന് കൊടിമരമാണ്. അമ്പലങ്ങളിലൊക്കെ പണ്ട് അമ്പലങ്ങളിൽ അടയ്ക്കാമരത്തുമലാണ് കൊടി ഉയർത്തിയിരുന്നത്. ഇപ്പൊ എല്ലായിടത്തും കൊടിമരം പണിത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ധ്വജം എന്ന് പറഞ്ഞാല് കൊടിമരമാണ്. നന്ദിനി ആരാണ്? കാമധേനു എന്ന് പറഞ്ഞിട്ടുള്ള പശുവില്. കാമധേനു, ലോട്ടറി, റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ പറയില്ലേ. ശരിക്കും കാമധേനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവാണ് അല്ലെ. അപ്പൊ കാമധേനുവിന്റെ പുത്രിയാണ് നന്ദിനി എന്നാലോചിക്കണം. ഇനി നികടം എന്ന വാക്കിന് സമീപമാണ് അല്ലെ. നികടം എന്ന വാക്കിന്റെ അർത്ഥം സമീപം എന്നാണ്. ഇനി നിഷ്ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തു പോവുക, ഓർത്തിരിക്കണേ. ഇനി പിശുനൻ, മക്കളെ ഇത് ചോദിക്കാറുണ്ട്. പിശുനൻ എന്ന വാക്കിനർത്ഥം ഏഷണിക്കാരൻ എന്നാണ്. പിശുനൻ എന്ന് പറഞ്ഞാല് ഏഷണിക്കാരൻ. ഇനി ഒന്ന് നോക്കൂ. ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനെ പറയുന്ന പേരാണ് പ്രധാനോൽക്കൻ. എന്തെന്നാ പറയാ? ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം പ്രധാനോൽക്കനാണ്. പ്രധാനോൽക്കൻ. പ്രണവം, പ്രണവമന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഓംകാരമാണ് അല്ലെ. ഓംകാരമാണ്, കറക്റ്റ് ആണ്. പ്രഭാവം, അത് മഹിമ അല്ലെങ്കിൽ ശോഭയാണ് എന്നാലോചിക്കണം. ഇനി യജ്ഞം ഒരു യാഗമാണ് എന്ന് നമുക്കറിയാം. യോഗവിദ്യ അറിയുന്നവനെ നമ്മൾ യോഗി എന്ന് പറയും. അതൊക്കെ നമുക്കറിയാം. വിഹായസ് എന്ന വാക്കിനർത്ഥം ആകാശം എന്നാണ്. വിഹീനം, ഉപേക്ഷിക്കപ്പെട്ട എന്നാണ് ട്ടോ. ഇനി സദായാസൻ, മക്കളെ ഇതൊരൊറ്റ പദമായി ചോദിച്ചേക്കാം. എപ്പോഴും പ്രവർത്തിക്കുന്നവൻ, നമ്മളുടെ അമ്മേനെ ഒക്കെ ഉദാഹരണമായിട്ട് എടുത്താൽ മതി. 1 മിനിറ്റ് ഇരിക്കാണ്ട് അത് ചെയ്ത് ഇത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ നടക്കും. അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ പറമ്പിൽ പോവും, അവിടെ പോയി ഓലപ്പട്ടയും അത് ഇതൊക്കെ വെട്ടി വിറകാക്കി വെക്കും, പിന്നെ വരും ചായ ഉണ്ടാക്കും, പിന്നെ ചോറുണ്ടാക്കും, പശുവിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ 24 മണിക്കൂറും പണിയെടുക്കണാണ് അല്ലെ. അപ്പൊ എപ്പോഴും പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥമാണ് സദായാസൻ എന്ന വാക്കിന്, ഓർക്കണം. സങ്കരം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് ട്ടോ. സങ്കരം എന്ന വാക്കിനർത്ഥം യുദ്ധം എന്നാണ്. സ്ഥൈര്യം എന്നാൽ സ്ഥിരനിശ്ചയം അല്ലെങ്കിൽ ക്ഷമ എന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം അറിയാവുന്നത് എഴുതണ്ട, അറിയാത്തതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. കാരണം SCRT തന്നെയാണ് വഴിക്കും വഴിയെ അവരും ഇങ്ങനെ മാറ്റിയും മറിച്ചൊക്കെ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി. ഇനി നമുക്കിപ്പോ പഠിച്ചതിൽ നിന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം.
കജ്ജളം എന്ന വാക്ക് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? കജ്ജളം ചെളിയാണ് അല്ലെ? കജ്ജളം എന്ന വാക്കിനർത്ഥം പറഞ്ഞത് ചെളിയാണ്. ചകോരം എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞുല്ലോ, ഞങ്ങളെ നാട്ടിൽ പറയാ ഉപ്പനെന്നാണ്. ചിലയിടത്ത് എന്തെന്ന് പറയും? ചെമ്പോത്ത് എന്ന് പറയും. ചെമ്പോത്ത്. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിൽ ഇതിനെ കണ്ടുപോയാൽ നല്ലതാണെന്നൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ധ്വജം എന്തായിരുന്നു? ധ്വജം കൊടിമരമാണ് അല്ലെ? ധ്വജമാണെങ്കിൽ കൊടിമരമാണ്. നന്ദിനി ആരുടെയോ പുത്രി എന്ന് നമ്മൾ പറഞ്ഞുല്ലോ. ആരുടെ ആയിരുന്നു? കാമധേനുവിന്റെ പുത്രിയാണ് അല്ലെ? നന്ദിനി എന്നാൽ അത് കാമധേനുവിന്റെ പുത്രി എന്നാണ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. തേവി തേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോരി എന്നുള്ള അർത്ഥത്തിലാണ്. വെള്ളമൊക്കെ ചക്രം ചവിട്ടി ഇങ്ങനെ ഒഴിക്കില്ലേ, അപ്പൊ കോരി എന്നുള്ള പോലെയാണ് തേവി തേവി എന്നതിന്റെ അർത്ഥം. പുക്ക് എന്താണ്? നമ്മൾ പറഞ്ഞു പൂകുക എന്നാൽ പ്രവേശിക്കുക. പുക്ക് എന്നാൽ പ്രവേശിച്ചു എന്നാണ് അല്ലെ? പ്രവേശിച്ചു എന്നാണ്. സാന്ദ്ര സൗഹൃദം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സൗഹൃദമാണ്? വെറും ഫ്രണ്ട്ഷിപ്പ് ആണോ? അല്ല, നല്ല തിക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ്. ദൃഢമായ എന്നാണ് അല്ലെ? ദൃഢമായ. അധുന നമ്മൾ പറഞ്ഞുല്ലോ, അധുനാതനം എന്നാൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പൊ അധുന എന്ന് പറഞ്ഞാലോ ഏറ്റവും പുതിയത് അല്ലെങ്കിൽ ഇപ്പോഴുള്ളത് എന്നർത്ഥത്തിലാണ് ട്ടോ അധുന എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. മാസ്മരികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാസ്മരി, അത് ഞാൻ ടെക്സ്റ്റിൽ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ട്ടോ. മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മാസ്മരിക ശക്തി എന്നൊക്കെ പറയാ ട്ടോ. മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. വനസ്ഥലി എന്ന് പറഞ്ഞാൽ വനപ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് ട്ടോ. വനസ്ഥലി ആണെങ്കിൽ വനപ്രദേശമാണ്. വാജി എന്താണ്? അശ്വം, വാജി, ഹയം, തുരകം എന്നൊക്കെ പറഞ്ഞാല് അത് കുതിരയാണ് അല്ലെ? അശ്വം, വാജി, ഹയം എന്നൊക്കെ പറഞ്ഞാല് കുതിര എന്നതാണ്. വിക്രമി എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, അതോടെ നിന്നോട്ടെ. അനർഘം എന്താ മക്കളെ? അനർഘം എന്ന വാക്കിനർത്ഥം അനർഘം വിലമതിക്കാനാവാത്തതാണ് അല്ലെ? നമ്മൾ പറഞ്ഞു വിലമതിക്കാനാവാത്തത്. നമ്മൾ എന്തെന്നാ പറഞ്ഞത്? ഘടികാരത്തിന്റെ ഗായാണ്. സമയത്തിനും വില നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനൻ, അരുണൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത് സൂര്യനാണ്. കലവി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ച? കലവി കളികൾ എന്നാണ് അല്ലെ? കളികളാണ്. താദാത്മ്യപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞുല്ലോ, അത് ഐക്യപ്പെടുക എന്നാണ്. ഐക്യം എന്നാണ്. കറക്റ്റ് ആണ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ? ശരി. വേപ്പധു ആണ്. വേപ്പധു. കൗന്ദേയൻ ആരാ മക്കളെ? കൗന്ദേയൻ, രാധേയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർണനാണ് എന്ന് ആലോചിക്കണം ട്ടോ. കൗന്ദേയൻ, രാധേയൻ എന്നൊക്കെ പറഞ്ഞാല് കർണനാണ്. ക്രന്ദനം കരച്ചിലാണ് ട്ടോ. ആക്രന്ദനം, ക്രന്ദനം എന്നൊക്കെ പറഞ്ഞാല് കരച്ചിലാണ്. ചീലാന്തി എന്ന് പറഞ്ഞാൽ ഒരു തൂണ് എന്നുള്ള രീതിയിലാണ്. തൂണ്. ത്വര എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ ഒരു ത്വര എന്ന് പറഞ്ഞാൽ ഒരു ഉത്സാഹമാണ് ട്ടോ. ഒരു ഉത്സാഹം എന്ന രീതിയിലാണ് ത്വര എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. നീരവം എന്താണ്? രവം എന്താണ്? രവം എന്ന് പറഞ്ഞാല് ശബ്ദമാണ്. അപ്പൊ നീരവമാണെങ്കിലോ ശബ്ദമില്ലാത്തതാണ് അല്ലെ? രവത്തിന്റെ വിപരീതമാണ് നീരവം എന്നാലോചിക്കണം. ഖിന്ന എന്ന വാക്കിനർത്ഥം ദുഃഖിത എന്നാണ് ട്ടോ. ഖിന്ന എന്ന വാക്കിനർത്ഥം ദുഃഖിത എന്നാണ്. ചോല എന്താണ്? അരുവി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ? അരുവി. പടു എന്ന് പറഞ്ഞാൽ എന്താണ്? പടുതിരി കത്തുക എന്നൊക്കെ പറഞ്ഞാല് പടുതിരി കത്തി എന്നൊക്കെ പറഞ്ഞാൽ നശിക്കാറാവുക, അത്തരം രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് നമ്മൾ പടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ കുറച്ച് കൃതികളും എഴുത്തുകാരും നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എക്സ്ട്രാ കുറച്ച് പോയിന്റ്സും ഉണ്ട്, നമുക്കൊന്ന് നോക്കി പോവാം. എന്റെ ജീവിതം. എന്റെ ജീവിതം എന്നത് കല്ലേൻ പൊക്കുടനാണ്, ഓർത്തിരിക്കണം. കല്ലേൻ പൊക്കുടന്റെ ഒരു കൃതിയാണ് എന്റെ ജീവിതം. ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ നമ്മൾ പഠിച്ചുല്ലോ. ആരാ നാട്ടുവഴി കൂടെ നടന്നത്? പി സുരേന്ദ്രന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഏത് കൃതിയെ കുറിച്ച് ചർച്ച ചെയ്തത്? ഒരമ്മുമ്മ പേരക്കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുവിടുന്ന കഥയൊക്കെ പറഞ്ഞില്ലേ, അത്. ഇനി 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ്, നമുക്കറിയാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അക്കിത്തത്തിൻ്റെതാണ് അല്ലെ? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. പ്രണയ താഴ്വരയിലെ ദേവദാരു, അതുപോലെ പർവ്വതങ്ങളിലെ കാറ്റ്, അതെല്ലാം ആരുടേതാണ്?
അത് ജോർജ് ഓണക്കൂറാണ്. ജോർജ് ഓണക്കൂറാണ് പർവ്വതത്തിനെ കുറിച്ചും താഴ്വരകളെ കുറിച്ചൊക്കെ പറയുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ജോർജ് ഓണക്കൂറിൻ്റെതാണ് എന്നോർക്കണം. അടുത്തത് പൂക്കളും ആണ്ടറുതികളും എന്ന കൃതിയാണ്. അത് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആണ് അല്ലെ. കർമ്മവിഭാഗം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി.ടി. ഭട്ടതിരിപ്പാടിന്റേതാണ്. ചിരിയും ചിന്തയും. ചിരിയും ചിന്തയും നമ്മൾ പറഞ്ഞിരുന്നു ഹാസ്യകൃതിയാണ്. ഇ.വി. കൃഷ്ണപിള്ളയാണ്. ആ വഴിയാത്രയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് ചിരിയും ചിന്തയും എന്നതിൽ നിന്നെടുത്തതാണ്. അടുത്തത് ഏഴാമത്തേത് എന്റെ ഗുരുനാഥനാണ്. അത് വള്ളത്തോളിന്റെ കവിതയാണ് എന്ന് നമുക്കറിയാം. ഇനി വെടിവെട്ടം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ഉപന്യാസങ്ങൾ അറിയപ്പെടുന്നത് വെടിവെട്ടം എന്നാണ് അല്ലെ. വെടിവെട്ടമാണ്, കറക്റ്റ് ആണ്. 8 നമ്മൾ എഴുതി. ഇത് 9ാമത്തേതാണ്. കവിയുടെ കാൽപ്പാടുകൾ. ആരാണ് കാൽപ്പാട് അവശേഷിപ്പിച്ചത്? ഇങ്ങനെ പി പി ഇന്ന് കാൽപ്പാട് അവശേഷിപ്പിച്ച് പോയത് ആരാന്ന് ചോദിച്ചാല് അത് പി കുഞ്ഞിരാമൻ നായരാണ് എന്നോർക്കണം. അടുത്തത് വേദം എന്ന കവിതയാണ്. അത് യൂസഫ് അലി കേച്ചേരിയുടേതാണ് അല്ലെ. അമ്മ കഞ്ഞി വിളമ്പിയ കഥയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. വേദം എന്നത് യൂസഫ് അലി കേച്ചേരിയുടേതാണ്, കറക്റ്റ് ആണ്. ഇനി മാണിക്യ വീണ ആരുടെ കവിതയാണെന്ന് ചോദിച്ചാല് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. മാണിക്യ വീണ എന്ന കവിത വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റേതാണ്. ഇലഞ്ഞിത്തറമേളം. ഇലഞ്ഞിത്തറമേളം കെ.സി. നാരായണനാണ്. തൃശൂർ പൂരമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ. ഇത് കേൾക്കുമ്പോ ഇലഞ്ഞിത്തറമേളം എന്നത് കെ.സി. നാരായണന്റേതാണ് എന്നുകൂടെ ഓർക്കണം. ഇനി ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഒറ്റപ്പദങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം സോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതൊരു ലെങ്തി ക്ലാസ് ആണ്. ഒറ്റ ക്ലാസ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ എഴുതി നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ലെങ്തി വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് കുറച്ച് ഒറ്റപ്പദങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനോവികാരത്തിൽ വരുന്ന മാറ്റം. മനോവികാരത്തിൽ വരുന്ന മാറ്റത്തിന് നമ്മൾ ഇപ്പൊ ഞാൻ ചിരിച്ചിരിക്കുകയായിരിക്കും, പെട്ടെന്നായിരിക്കും എനിക്ക് എന്റെ ഉള്ളിൽ കൂടെ വേറെ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന ചിന്തകളൊക്കെ കടന്നു പോവാം. അപ്പൊ എന്റെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറും അല്ലെ. അപ്പൊ അതിനെ നമ്മൾ എന്തെന്നാ പറയാ? ഭാവഭേദം എന്നാണ് പറയാ. ഭാവഭേദം. അടുത്തത് പുഞ്ചിരി തൂകുന്ന മുഖത്തോട് കൂടിയവനെ നമ്മൾ എന്തെന്നാ പറയാ? സുസ്മേരവദനൻ എന്നാണ് പറയാ. പുഞ്ചിരി തൂകുന്ന മുഖത്തോട് കൂടിയവനാണ് സുസ്മേരവദനൻ. ഇനി ഇടതടവില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ എന്തെന്നാ പറയാ? അനുസ്യൂതം എന്നാണ് പറയാ. തുടർച്ചയായി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇടതടവില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ അനുസ്യൂതം എന്ന് പറയും. ആശ്രയമില്ലാത്തവനാണ്. ആരും ആശ്രയിക്കാൻ ഇല്ലാത്തവനെ നമ്മൾ പറയാ നിരാലംബൻ എന്നാണ്. ആശ്രയമില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദമാണ് നിരാലംബൻ. അടുത്തത് മരണമില്ലാത്തവനാണ്. മരണമില്ലാത്തവന് നമ്മൾ എന്തെന്നാ പറയാ? ഒരു സിനിമാ നടന്റെ പേരാണല്ലോ നമ്മൾ പറയാ. ചിരഞ്ജീവിയാണ് അല്ലെ. മരണമില്ലാത്തവൻ ചിരഞ്ജീവി. ദൂരത്തിന്റെ ഒരളവാണ് കാതം ട്ടാ. ദൂരത്തിന്റെ ഒരളവാണ് കാതം എന്നത്. സങ്കടത്തിൽ മുഴുകിയവനെ നമ്മൾ എന്തെന്നാ പറയാ? വിഷാദമഗ്നനാണ്. വിഷാദമഗ്നൻ, സങ്കടത്തിൽ മുഴുകിയവൻ. കയ്യിലിടുന്ന ഒരു ആഭരണം നമ്മൾ എന്തെന്നാ പറയാ? കാപ്പാണ് ട്ടാ. കയ്യിലിടുന്ന ആഭരണത്തിന് നമ്മൾ പറയുന്ന പേര് കാപ്പ് എന്നാണ്. കയ്യിലിടുന്ന ആഭരണമാണ് കാപ്പ്. ഇനി ഗ്രീസ് ദേശത്തുള്ളവനെ നമ്മൾ പറയുന്നത് യവനൻ എന്നാണ് അല്ലെ. കുരുമുളകിനെ നമ്മൾ യവനപ്രിയ എന്ന് വിളിക്കില്ലേ, അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് കൊണ്ട്. അപ്പൊ ഗ്രീസ് ദേശത്തുള്ളവൻ യവനനാണ്. ധ്യാനത്തിൽ മുഴുകിയവനെ നമ്മൾ എന്തെന്നായിരിക്കും പറയാ? ധ്യാന നിമഗ്നനാണ്. ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നനാണ്. ധ്യാനത്തിൽ മുഴുകിയവൻ ധ്യാന നിമഗ്നനാണ്. വിഷാദത്തിൽ മുഴുകിയവൻ വിഷാദമഗ്നനാണ്. പ്രശസ്തിയുടെ അടയാളം എന്തെന്ന് നമ്മൾ പറയും? കീർത്തിമുദ്ര എന്ന് പറയും അല്ലെ. പ്രശസ്തിയുടെ അടയാളമാണെങ്കിൽ നമ്മൾ പറയുന്ന പേര് കീർത്തിമുദ്രയാണ്. നിഷേധിക്കാനാവാത്തവൻ ആരാണ്? അനിഷേധ്യനാണ്. നിഷേധിക്കാനാവാത്തവൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റപ്പദമാണ് അനിഷേധ്യൻ. അപ്പൊ നേരത്തെ ഞാൻ പഠിപ്പിച്ചതും അത് കൂടാതെ ഈ ഒറ്റപ്പദങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് കുറച്ച് വേറിട്ട വസ്തുതകളും കൂടി ഇതിന്റെ ഒപ്പം നോക്കാനുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. മഹാഭാരതത്തിലെ കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി പി.കെ. ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നത്. മഹാഭാരതത്തിലെ കർണനെ
കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ രചിച്ചതാണ്. ഓർത്തുവെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആ വാഴവെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൃതിയുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കണം. 1940 മധ്യ തിരുവിതാംകൂറിലെ കാർഷിക ജീവിതം പശ്ചാത്തലമാക്കി പൊൻകുന്നം വർക്കി രചിച്ച നോവലാണ് ട്ടോ. പൊൻകുന്നം വർക്കി രചിച്ച നോവലാണ് ആ വാഴവെട്ട് എന്നുള്ളത്. ഓർക്കണേ, ഒരു സെക്കൻഡ്. അടുത്തത് അഴകനും പൂവാലിയും എന്ന മത്സ്യങ്ങളുടെ കഥ പറയുന്ന രണ്ടു മത്സ്യങ്ങൾ എന്ന കൃതി അംബികാസുധൻ മങ്ങാടിൻ്റെതാണ്. രണ്ടു മത്സ്യങ്ങൾ എന്ന കൃതി എഴുതിയത് അംബികാസുധൻ മങ്ങാടാണ്. ആ മത്സ്യങ്ങളുടെ പേര് അഴകനും പൂവാലിയും എന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. ഇനി ഈ അംബികാസുധൻ മങ്ങാടിന്റെ രണ്ടു മത്സ്യങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞുല്ലോ, അതിന് പശ്ചാത്തലമായ കായലേത് എന്ന് ചോദിച്ചാല് കണ്ണൂരിലെ കവ്വായി കായലാണ് എന്നാലോചിക്കണം. അപ്പോ അംബികാസുധൻ മങ്ങാട് കണ്ണൂരിലെ കവ്വായി കായലിനെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് രണ്ടു മത്സ്യങ്ങൾ. ആ മത്സ്യങ്ങളുടെ പേരെന്തെന്ന് ചോദിച്ചാൽ പറയും അത് അഴകനും പൂവാലിയുമാണ്. ഓക്കെ ആണല്ലോ, ശരി. ഇനി സാന്റിയാഗോ എന്ന ഇടയ ബാലന്റെ യാത്രയെ കുറിച്ച് പറയുന്ന പ്രശസ്തമായ കൃതിയാണ് ആൽക്കെമിസ്റ്റ്. ആരാ എഴുതിയത്? പൗലോ കൊയ്ലോ ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. സാന്റിയാഗോ എന്ന ഇടയ ബാലന്റെ യാത്രയെ കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് ആൽക്കെമിസ്റ്റ്. എഴുതിയത് നമ്മുടെ പൗലോ കൊയ്ലോയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരെണ്ണമാണ് കുട്ടിക്കാലത്തെ കുറിച്ച് MT വാസുദേവൻ നായരുടെ ഓർമ്മകളെ കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് കുപ്പായം. അതുപോലെ നിന്റെ ഓർമ്മയ്ക്ക് അതും MTയുടെ തന്നെയാണ് എന്നാലോചിക്കണം. സഹോദരിയെ കുറിച്ച് പറയുന്നതാണ്. അച്ഛനൊപ്പം വന്നൊരു കുട്ടിയെ കുറിച്ചിട്ടൊക്കെ ഓർമ്മ പങ്കുവെക്കുന്നതാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്നത്. അതോടൊപ്പം തന്നെ കുപ്പായം എന്നതും MT വാസുദേവൻ നായരുടെ ചെറുപ്പത്തിലെ ഓർമ്മകളെ കുറിച്ചുള്ള കാര്യമാണ്. ഇനി ഇതൊന്ന് നോക്കണേ, ഇമ്പോർട്ടന്റ് വരികളാണ്. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ, അപ്പോഴും കൈവശമുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഇത് ഏത് കൃതിയിലെ വരികളാണെന്ന് ചോദിച്ചാല് പ്രശസ്തമായ ആൽക്കെമിസ്റ്റ് എന്ന കൃതിയിലേതാണ്, പൗലോ കൊയ്ലോയുടേതാണ് എന്നോർക്കണം. ഇനി ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന കവി ഏത് എന്ന് ചോദിച്ചാൽ അത് NN കക്കാടാണ് എന്നോർക്കണം. ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന കവി ഏതെന്ന് ചോദിച്ചാൽ അത് NN കക്കാടാണ് എന്നോർക്കണം. ഇനി ഇതിലെ കുറച്ച് സാഹിത്യ ഭാഗങ്ങളാണ്. ഞാൻ പറഞ്ഞു കുറച്ച് ലെങ്തി ക്ലാസ് ആണ്, ഒറ്റ ക്ലാസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണേ, അല്ലെങ്കിൽ പാർട്ടായിട്ട് കാണേ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൽ ഞാൻ നേരത്തെ പരാമർശിക്കാത്ത കുറച്ച് എഴുത്തുകാർ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മിയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് മൃഗശിക്ഷകനാണ് കേട്ടോ. കേരളത്തിലെ മൃഗങ്ങളെയൊക്കെ ശിക്ഷിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. വിജയലക്ഷ്മിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയ കൃതി ഏതാന്ന് ചോദിച്ചാല് മൃഗശിക്ഷകനാണ് എന്നോർക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. തച്ചന്റെ മകൾ ഓർക്കണം, മകളാണ്, വിജയലക്ഷ്മിയാണ്, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അന്ത്യപ്രലോഭനം, ഹിമസമാധി, ഒറ്റമണൽത്തരി, മഴതൻ അത് അത്ര കുഴപ്പമില്ല തോന്നുന്നു. തച്ചന്റെ മകൾ, അന്ത്യപ്രലോഭനം, ഹിമസമാധി, ഒറ്റമണൽത്തരി, ഇതെല്ലാം പഠിക്കണം. പറ്റാവുന്ന കുട്ടികൾ എല്ലാം പഠിച്ചു വെക്കണം. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് തരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നത്. അടുത്തത് പ്രിയ AS ആണ്. പ്രിയ ASനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സാഹിത്യകാരിയാണ് പ്രിയ AS. ചെറുകഥയ്ക്കുള്ള അവാർഡ് നേടിയ കൃതിയാണ് ജാഗരൂക എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ചെറുകഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സും ഏഷ്യൻ പ്രോമിസസും ഒക്കെ തർജ്ജമ ചെയ്തിട്ടുള്ളത് പ്രിയ AS ആണ് എന്നാലോചിക്കണം. ഇനി പ്രധാന കൃതികളാണ് മഞ്ഞമരങ്ങൾ, ഓരോരോ തിരിവുകൾ, പ്രിയ AS കഥകൾ. അതുകൂടാതെ നനയാത്ത മഴ എന്നൊരു കൃതി കൂടിയുണ്ട്. അതായത് നമുക്കൊക്കെ ചെറുപ്പത്തിലെ മഴ നനയാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു അല്ലെ. ഈ പ്രിയ എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് കൂടെ വരുന്ന അസുഖങ്ങൾ മൂലം
പുറത്തിറങ്ങാൻ മഴയത്തൊന്നും ഒട്ടും ഇറക്കുമായിരുന്നില്ല. അപ്പൊ നനയാത്ത മഴ എന്നതും ആരുടെ കൃതിയാണ് എന്നോർക്കണം? പ്രിയ ASന്റെ കൃതിയാണ് എന്നോർക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ജോർജ് ഓണക്കൂറാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ഒപ്പം ഇല്ലം അടരുന്ന ആകാശം ഓർത്തിരിക്കണം. ഇല്ലം അടരുന്ന ആകാശം. പിന്നെ നോവലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു നോവലുകളായിട്ട് നമ്മൾ പറഞ്ഞത് മക്കളെ? പർവ്വതങ്ങളിലെ കാറ്റ്, പ്രണയ താഴ്വരയിലെ ദേവദാരു നമ്മൾ പറഞ്ഞു. ഹൃദയത്തിൽ ഒരു വാള് കുത്തി കയറ്റിയതാരാണ്? ജോർജ് ഓണക്കൂർ ആണെന്ന് ഓർക്കണം. അത് കൂടാതെ കൽത്താമര, ഇതെല്ലാം അദ്ദേഹത്തിന്റെ നോവലുകളാണ് എന്ന് ഓർത്തു വെക്കണം. അംബികാസുധൻ മങ്ങാടാണ്. അദ്ദേഹത്തിന്റെ കാസർഗോഡ് ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്നറിയാം. മരക്കാപ്പിലെ തെയ്യങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒരു വ്യത്യസ്തമായ ഒരു വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകമാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്നത്. ഓർത്തിരിക്കണം. അംബികാസുധൻ മങ്ങാടിന്റേതാണ്. പിന്നെ എൻമകജെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയാണ് അല്ലെ. അൻമകജെ ആരും മാറിപ്പോവില്ല. ഇതൊക്കെ ഓർത്തു വെക്കണേ. 2 മത്സ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അഴകനും പൂവാലിയുമാണ്. കവ്വായി കായലാണ് എന്നൊക്കെ ഓർക്കണം. ഈ കൃതികളെല്ലാം ഓർത്തിരിക്കണം. അടുത്തത് ടി ഉബൈദ് ആണ്. ഉബൈദിനെ കുറിച്ചിട്ട് ഉബൈദിന്റെ തെരഞ്ഞെടുത്ത കവിതകൾ അത്ര ഓർത്തിരുന്നാ മതി. അതത്ര കുഴപ്പമില്ല. ഇനി ഇതിൽ വന്നു പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ചും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കഥാപാത്രങ്ങളും കൃതികളും എഴുത്തുകാരും കൂടെ നോക്കിയിട്ട് നമുക്കിത് നിർത്താം. ഒന്ന് നോക്കാം. കഥാപാത്രങ്ങൾ ഒന്ന് നോക്കിയേ. കുപ്പായം എന്നത് MTയുടെ കൃതിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കൊച്ചുണ്ണി മീനാക്ഷി ഗോപു. കൊച്ചുണ്ണി മീനാക്ഷി ഗോപു. ഇത് MT വാസുദേവൻ നായരുടെ കുപ്പായത്തിലെ കഥാപാത്രങ്ങൾ. അടുത്തത് വാഴവെട്ടിനെ കുറിച്ച് പറഞ്ഞത് പൊൻകുന്നം വർക്കിയുടെ ആണ് അല്ലെ. വാഴവെട്ട് പൊൻകുന്നം വർക്കിയുടേതാണ്. മാർക്കോസ് മാപ്പിളെ റാഹേലൊക്കെയാണ്. ആരൊക്കെയാ വാഴ വെട്ടാൻ വന്നത്? മാർക്കോസ് മാപ്പിളയും റാഹേലൊക്കെയാണ് എന്നോർക്കണം. മൂന്നാമത്തത് സാന്റിയാഗോ എന്ന ഇടയബാലനെ കുറിച്ച് നമുക്കറിയാം. ആൽക്കെമിസ്റ്റിന്റെ പൗലോ കൊയ്ലോയിലാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നോർക്കണം. അടുത്തത് ജോർജ് ഓണക്കൂറിന്റെ പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഹർഷവർദ്ധനൻ. ഉണ്ണി എന്നൊക്കെ അറിയപ്പെടുന്നത് ദേവദാരുവിലെ കഥാപാത്രമാണ് എന്നോർക്കണം. അഴകൻ പൂവാലി നമ്മൾ പഠിച്ചതാണ്. 2 മത്സ്യങ്ങളാണ്. അത് അംബികാസുധൻ മങ്ങാടിന്റേതാണ്. MTയുടെ നേരത്തെ നമ്മൾ കുപ്പായത്തിലെ കുറച്ച് കഥാപാത്രങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ ഒപ്പം അമ്മിണിനെയും രാമൻകുട്ടി നായരെയും കൂടെ ഓർത്തു വെക്കണം കേട്ടോ. അമ്മിണി, രാമൻകുട്ടി നായർ. നമുക്ക് ഇവിടെ എഴുതിടാം. കൊച്ചുണ്ണി മീനാക്ഷി ഗോപു, അമ്മിണി, പിന്നെ ആരാണ്? രാമൻകുട്ടി നായര്. ഇതെല്ലാം MTയുടെ കുപ്പായത്തിലെ കഥാപാത്രങ്ങളാണ് എന്നോർക്കണം. വീണ്ടും ശാരദ, സരോജിനി, ഗോവിന്ദമാമിയൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഓർക്കണ്ട, നിങ്ങൾക്ക് പറ്റണതൊക്കെ ഓർത്തിരിക്കുക. ഇനി വയലാ വാസുദേവൻ പിള്ള. വയലാ വാസുദേവൻ പിള്ളയുടെ ഒരു എഴുത്താണ് തേൻകനി എന്നത്. രാമൻ ഭദ്രൻ വനഗായകൻ. വേറിട്ട പേരുകളാണ്, ശ്രദ്ധിക്കണം. രാമൻ ഭദ്രൻ വനഗായകൻ. ഇതെല്ലാം വയലാ വാസുദേവൻ പിള്ളയുടെ തേൻകനി എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് എന്നോർക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് SCERT 8ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നത് എല്ലാം ടെക്സ്റ്റ് ബുക്ക് സഹിതം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവസാന ഭാഗത്ത് നോട്ടുകളായിട്ടും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുകയാണ്. ഒരു ഉത്രാടത്തിന്, ഒരു തിരുവോണത്തിന് എന്റെ വക ഒരു സമ്മാനമായിട്ട് എല്ലാവരും കൂട്ടിയാൽ മതി. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരാണ്. കണ്ടു പഠിക്കുക, നോട്ട് തയ്യാറാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുക കേട്ടോ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.